നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. എന്താണ് ഈ വധ നക്ഷത്രം എന്ന ഒരു ചോദ്യം വന്നു. എപ്പോഴും നമ്മൾ ആ ഒരു പേര് കേട്ടിട്ട് ചില തെറ്റിദ്ധാരണ നമ്മൾ തന്നെ ആലോചിച്ച് വെച്ച് ഇത് ഇങ്ങനെയല്ലേ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ വരിക. അപ്പോൾ ഇത് എന്താണെന്ന് ശരിക്കുള്ള കാര്യം അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ തെറ്റിദ്ധാരണ മാറ്റി വെക്കണം. ഇങ്ങനെയുള്ള പേരുകൾ കേട്ട് പെട്ടെന്ന് ഭയപ്പെടാൻ പാടില്ല. നമ്മളുടെ ജന്മനക്ഷത്രം ഏതാണോ അതിൻ്റെ 7ാമത്തെ നക്ഷത്രത്തിനെയാണ് വധനക്ഷത്രം എന്ന് പറയുന്നത്. കർത്തൃദോഷമുള്ളതുകൊണ്ട് നമ്മൾ ആ നക്ഷത്രം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. അതുപോലെ പൊരുത്തം നോക്കുമ്പോൾ ഈ 7ാമത്തെ നക്ഷത്രത്തിന് ചിലപ്പോൾ പൊരുത്തത്തിൻ്റെ കുറവ് കൊണ്ട് പൊരുത്തത്തിൽ അങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ വധനക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിൻ്റെ അധിപൻ ഏതാണെന്ന് കണ്ടിട്ട് ആ അധിപൻ്റെ ദശ അപഹാര കാലഘട്ടങ്ങൾ നമുക്ക് ചില തിക്താനുഭവങ്ങൾ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കാണുവാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയുള്ള വലിയ കുഴപ്പങ്ങളിലേക്ക് നമ്മൾ പോയി ചാടാതിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മുകളിൽ ഗോചരവശാൽ ചില പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലവും നമ്മൾ കുറച്ച് അലേർട്ടായിരിക്കണം. അപ്പോൾ ഓർക്കേണ്ടത് ഇതെല്ലാം ഇൻഫർമേഷനാണ്, നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് എടുക്കാൻ കഴിയുന്ന സൂചനകൾ. ഈ സൂചനകൾ എടുത്തിട്ട് നമ്മളുടെ മുമ്പോട്ടുള്ള ദിവസങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്.